സുഹൃത്തുക്കളുടെ നഗ്ന ദൃശ്യങ്ങൾ സമൂഹമാധ്യമത്തിലൂടെ പ്രചരിപ്പിച്ചു എന്ന കേസിൽ യൂട്യൂബർ തൊപ്പി എന്ന നിഹാദിന് മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്ന് ഉത്തരവുണ്ടായേക്കും. എറണാകുളം സെഷൻസ് കോടതിയാണ് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുക. തനിക്കെതിരെയുള്ളത് വ്യാജ പരാതികളാണെന്നാണ് ഒളിവിൽ തുടരുന്ന തൊപ്പിയുടെ വാദം. തൊപ്പി വിദേശത്തേക്ക് കടക്കാൻ സാധ്യതയുള്ളതിനാൽ പോലീസ് ലുക്കൌട്ട് സർക്കുലറും ഇറക്കിയിട്ടുണ്ട്. സജോ ദേവസിയുടെ വിശദാംശങ്ങൾ നൽകാൻ. സജോ, ഗുരുതര സ്വഭാവമുള്ള കേസാണ് ഫയൽ ചെയ്തിരിക്കുന്നത്, വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത്. ഇതിൽ ഇയാളെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതുമുണ്ട്. ശ്രുതിയും ഷിഹാസ്, അതായത് ഗുരുതര സ്വഭാവത്തിലുള്ള കേസാണ് തൊപ്പി എന്ന നിഹാദിനെതിരെ ആലുവ റൂറൽ പോലീസ് എടുത്തിരിക്കുന്നത്. അതിന് പിന്നാലെ നോട്ടീസ് അടക്കം നൽകിയിരുന്നു. പക്ഷേ അതിനൊക്കെ മറുപടി നൽകാതെ ഇയാൾ ഒളിവിൽ പോവുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തിരിക്കുന്നത്. അതായത് സുഹൃത്തുക്കളുടെ നഗ്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ചു എന്ന് തുടങ്ങി അങ്ങോട്ടേക്ക് ഗുരുതര സ്വഭാവത്തിലുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങൾ വഴിയും അശ്ലീല ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചു, മോശം കാര്യങ്ങൾ പ്രചരിപ്പിച്ചു എന്ന് തുടങ്ങി അങ്ങോട്ടേക്ക് ഗുരുതരമായ ആക്ഷേപങ്ങൾ ഇയാൾ നേരിടുകയും ചെയ്യുന്നുണ്ട്. അതിനിടെയാണ് മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതിലൊരു തീരുമാനം ഇന്നുണ്ടാകും. അതിനും അപ്പുറത്തേക്ക് ഈ കേസിന്റെ, അതായത് ഒരു ഡിജിറ്റൽ സ്വഭാവത്തിൽ, അതായത് IT കേസ് എന്ന നിലയ്ക്ക് കൂടി പരിഗണിക്കാം. ആ വിധത്തിലാണ് അതിലെ നേരത്തെ തൊപ്പിയുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ, പ്രത്യേകിച്ച് യൂട്യൂബ് അക്കൗണ്ട് അടക്കം മെറ്റയ്ക്ക് നോട്ടീസ് നൽകുകയും അതുപ്രകാരം നീക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ആദ്യഘട്ടത്തിൽ നോട്ടീസ് നൽകിയപ്പോൾ ഇയാൾ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചു. പിന്നീട് ഇയാൾ ഒളിവിൽ പോവുകയായിരുന്നു. അതിനുശേഷം വിദേശത്തേക്ക് കടക്കാതിരിക്കാൻ ലുക്കൌട്ട് സർക്കുലർ അടക്കം പുറത്തിറക്കുകയും ചെയ്തിരുന്നു പോലീസ്. പക്ഷേ മുൻകൂർ ജാമ്യാപേക്ഷ അത് തൊപ്പി എന്ന നിഹാദിന് നിർണായകമാണ്. അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ, അതായത് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുന്ന നില വന്നാൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് ഒരുപക്ഷെ അന്വേഷണ സംഘം കടന്നേക്കുകയും ചെയ്യാം. പക്ഷേ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യമായി കാണേണ്ടത് സാക്ഷിമൊഴികളുടെ ഒക്കെ അപ്പുറത്തേക്ക് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച ദൃശ്യങ്ങൾ, അതുവഴി പറഞ്ഞ കാര്യങ്ങൾ ഒക്കെയാണ് പ്രധാന തെളിവായി ഉള്ളത്. ഇതുകൂടാതെ ഇയാളുടെ ഗ്യാങ്ങിൽ മുൻപുണ്ടായിരുന്ന ആള് ഈ നിഹാദിനെതിരെ ഉന്നയിച്ചിട്ടുള്ള ആക്ഷേപം, പോക്സോ കേസ് ആകർഷിക്കപ്പെടും വിധം അത്തരം ചില കാര്യങ്ങൾ കൂടി ഇയാൾ ചെയ്തിട്ടുണ്ട് എന്ന മറ്റുള്ള ആരോപണം, എന്ന മറ്റുള്ള വെളിപ്പെടുത്തൽ സമൂഹ മാധ്യമങ്ങൾ വഴി പങ്കുവച്ചിരുന്നു. അതായത് പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ദുരുപയോഗം ചെയ്തു എന്ന മട്ടിലുള്ള ഒരു ആക്ഷേപമായിരുന്നു. അതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സാക്ഷിമൊഴികളടക്കം, ഒപ്പം ഇരകളുടെ മൊഴികളടക്കമുള്ള നേരിട്ടുള്ള തെളിവുകളിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല എങ്കിലും ഇയാളുടെ ഗ്യാങ്ങിൽ ഉൾപ്പെട്ട മമ്മു എന്നറിയപ്പെടുന്ന മറ്റൊരു വ്യക്തി നേരത്തെ കോഴിക്കോട് അറസ്റ്റിലാവുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഗുരുതര സ്വഭാവത്തിലുള്ള പല കുറ്റകൃത്യങ്ങളും നടന്നു എന്ന 2 പരാതികൾ ആലുവ റൂറൽ പോലീസിന് ലഭിച്ചിരുന്നു. അതായത് ഈ ഗ്യാങ്ങുകൾ തമ്മിലുള്ള തർക്കത്തിനിടെ അവർ ആക്ഷേപമായി വെളിപ്പെടുത്തിയ, അതായത് മയക്കുമരുന്നടക്കമുള്ള നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചു. അതുകൂടാതെ ഇത്തരം ചില വ്യക്തികളെ ദുരുപയോഗം ചെയ്തു, പ്രായപൂർത്തിയാകാത്ത ആളുകളെ ദുരുപയോഗം ചെയ്തു, ദൃശ്യങ്ങൾ, അശ്ലീല ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു, അധിക്ഷേപം ഉൾപ്പെടുന്ന ഗുരുതര കുറ്റകൃത്യത്തിന്റെ ഭാഗമാകുന്ന കാര്യങ്ങൾ സമൂഹ മാധ്യമങ്ങൾ വഴി പങ്കുവച്ചു എന്ന് തുടങ്ങിയുള്ള ആക്ഷേപങ്ങളാണ് ആ ഘട്ടത്തിൽ ഉയർന്നു വന്നത്. ഇവയെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് മറ്റു ചില വ്യക്തികൾ പരാതി പോലീസിന് നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് FIR ഇട്ട് അന്വേഷണത്തിലേക്കും മറ്റും പോയത്. സ്വാഭാവികമായും ഈ കേസ് മുൻകൂർ ജാമ്യാപേക്ഷയിലെ വിധി നിഹാദിന് നിർണായകമാണ്. ഒപ്പം ഈ കേസിൽ ഇരകളടക്കമുള്ളവർ ഉണ്ടെങ്കിൽ അവരുടെ മൊഴികൾ കൂടി രേഖപ്പെടുത്താനുള്ള നീക്കവും യഥാർത്ഥത്തിൽ നേരത്തെ പോലീസ് ആരംഭിച്ചതാണ്. അതുൾപ്പെടെ വിവിധ IT വകുപ്പുകളും അതുകൂടാതെയുള്ള വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട്. അപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയാണെങ്കിൽ സ്വാഭാവികമായും ജാമ്യമില്ലാത്ത കുറ്റം എന്ന നിലയ്ക്കും മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുന്ന സാഹചര്യത്തിലും അറസ്റ്റ് ഉൾപ്പെടെ നടപടികളിലേക്ക് അന്വേഷണ സംഘത്തിന് ഒരുപക്ഷെ കടക്കാനും കഴിയും. അതുകൊണ്ട് ഇത് നിഹാദിന് വളരെ നിർണായകവുമാണ്. ശരി സജി.